ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ആദ്യത്തെ വ്ലോഗ് ഗുരുവന്ദനമായിരുന്നു. രണ്ടാമത്തേത് ഗണപതി ഭഗവാനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ആദ്യം നമുക്ക് ഗണപതി സ്തുതിയോടെ ആരംഭിക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. വക്രതുണ്ഡമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ശുക്ലാംബരധരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഗം ഗണപതേ നമഃ. അവിഘ്നമസ്തു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് സർവവിഘ്നങ്ങളുടെയും ശാന്തിക്കായി ശ്രീ ഗണേശനെ ആരാധിച്ചു പോരുന്നു. പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനായി പുരാണങ്ങളിൽ പരാമൃഷ്ടനായ ഭഗവാൻ വിഘ്നങ്ങൾ അകറ്റുന്നവനും അറിവിൻ്റെ ദേവനുമാണ്. വരാഹപുരാണത്തിൽ പറയുക ഗണപതി ശിവന്റെ നെറ്റിത്തടത്തിൽ നിന്നുമാണ് ഉദ്ഭവിച്ചു എന്നാണ്. ശിവന്റെ ഗണങ്ങളുടെ നായകനായതിനാലാണ് ഗണപതി എന്ന പേര് ലഭിച്ചത്. ഭഗവാന്റെ പ്രധാന വഴിപാട് ഗണപതി ഹോമമാണ്. എല്ലാവർക്കും അറിയാം, അവൽ, മലർ, ശർക്കര, കരിമ്പ്, തേങ്ങ, വറപ്പൊടി, വറുത്തയെള്ള്, കദളിപ്പഴം, കൂടാതെ കൽക്കണ്ടം, മുന്തിരി, ഏലക്ക, തേൻ, നെയ്യ് എന്ന പഞ്ചമേവകളും ഹോമത്തിൽ ചേർക്കുന്നുണ്ട്. മോദകം, കറുക, ഉണ്ണിയപ്പം ഇവയും ഹോമിക്കാറുണ്ട്. അരിയും ശർക്കരയും പയറും ചേർത്തുണ്ടാക്കുന്ന മോദകം ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ്. മോദകം ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയപ്പെടുക. അതിൽ അരി, ത്വക്ക്, മാംസം എന്നിവയായിട്ടുള്ള ശരീരത്തിൻ്റെയും, ശർക്കര ആത്മാവിൻ്റെയും, പയറ് പ്രാണൻ്റെയും പ്രതീകമാണ്. ഭഗവാന് വിശേഷപ്പെട്ട ദിവസം വിനായക ചതുർത്ഥിയാണ്, അതായത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസം. പിന്നെ തുലാം മാസത്തിലെ തിരുവോണം നക്ഷത്രവും മീനമാസത്തിലെ പൂരം നക്ഷത്രവും എല്ലാ വെള്ളിയാഴ്ചകളും ഭഗവാന് പ്രിയപ്പെട്ടത് തന്നെയാണ്. കേരളത്തിൽ ഗണപതിയെ മുഖ്യദേവനായി പ്രതിഷ്ഠിച്ച ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വിഗ്രഹം പെരുന്തച്ചൻ വരിക്കപ്ലാവിൻ്റെ വേരിൽ തീർത്തതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് തന്നെ വാർക്കുന്ന ഉണ്ണിയപ്പം അതിപ്രസിദ്ധമാണ്. ഏത് യജ്ഞം ചെയ്യുമ്പോഴും ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ച് ഭഗവാന് വേണ്ടുന്ന വഴിപാട് നടത്തിയിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ. അതിൽ നിന്നും ഭഗവാന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഏവരും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഹരി ഓം.